ജർമ്മനിയിൽ വന്നിട്ട് ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണവരുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ലിജോ ആണ്. ആളൊരു ആർക്കിടെക്റ്റ് ആണ്, ബോഡി ബിൽഡറാണ്. ഞങ്ങൾ ആദ്യം കാണുന്നത് ഒരു ഓണപരിപാടിക്കാണ്. അവിടെ വടംവലിയുടെ ഒരു സമയത്ത് വെച്ച് വടം വരിക്കാൻ നമ്മുടെ ടീമിലേക്ക് വിളിച്ച് അങ്ങനെ നമ്മൾ പരിചയപ്പെടണം അല്ലേ? എടാ എന്തിന്റെ വിശേഷം ലിജോ? നല്ല വിശേഷമാണ്. ഇപ്പോൾ പറയുവാണെങ്കിൽ തീസിസ്, പിന്നെ ജോലി, ഫിറ്റ്നസ് എല്ലാം ആയിട്ട് ഭയങ്കര ബിസി സ്കെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, എത്ര ദിവസം ജിമ്മിൽ പോകാറുണ്ട് ആഴ്ചയിൽ? ടു ബി ഹോണസ്റ്റ്, ജർമ്മനി വന്നിട്ടാണെങ്കിൽ ഒരു 3 to 4 days എന്തായാലും ജിമ്മിൽ ഹിറ്റ് ചെയ്യാറുണ്ട്. റിഗാർഡിങ് എന്ത് ബിസി സ്കെഡ്യൂൾ ആയിരുന്നാലും എന്തായിരുന്നാലും അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് 3 days. ബട്ട് നോർമലി ബിഫോർ 2 വർഷത്തിന് മുന്നേ ജർമ്മനി വരുന്നതിന് മുന്നേ വരെ ഓൾമോസ്റ്റ് ഒരു 6 days മോസ്റ്റ്ലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഒരു ദിവസം സ്കിപ്പ് ചെയ്യും. അല്ലാതെ മാക്സിമം ഡേയ്സ് ജിമ്മിൽ ഹിറ്റ് ചെയ്യാൻ നാട്ടിലായിരുന്നപ്പോൾ. ഇപ്പൊ ജർമ്മനി വന്നിട്ട് എത്ര നാളായി? ജർമ്മനി വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 years ആവാറായി. ഐ മീൻ ടു മൈ 4th semester. അപ്പൊ ഇവിടെ ആണെങ്കിൽ 3 days to 4 days ബിക്കോസ് സ്കെഡ്യൂൾസ് ഒക്കെ ഭയങ്കര ബിസിയാണ്. ആൻഡ് എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോവാൻ ഭയങ്കര പാടാണ് ഇവിടെ. ഇവിടെ ഇപ്പൊ എന്താ ശരിക്കും പഠിക്കണം? ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ്, ആർക്കിടെക്ചർ മാസ്റ്റേഴ്സ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് സ്മാർട്ട് സിറ്റീസിലാണ്. ആക്ച്വലി ഞാനൊരു ആർക്കിടെക്റ്റ് ആണ്. നാട്ടിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞു, ഇവിടെ മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഫൈനൽ സെമസ്റ്റർ തീസിസ് ചെയ്യുവാണ്. കോഴ്സ് കഴിയാറായി, ഇനി പെട്ടെന്ന് ജോലി കയറാം. കോഴ്സ് കഴിഞ്ഞ ഉടനെ എങ്ങനെ ജോലിക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിവിടെ ജോലിക്ക് കയറാം. അല്ല, പാർട്ട് ടൈം ഒക്കെ ഉണ്ട്. പാർട്ട് ടൈം എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പാർട്ട് ടൈം ഇവിടെ ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ടൈം കിട്ടും പോലെ, ലൈക്ക് ഇവിടെ നോർമലി നമുക്ക് 20 hours per week ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് പാർട്ട് ടൈം ചെയ്യുന്നുണ്ട് വീക്കെൻഡ്സ് ഒക്കെ. അപ്പോൾ ക്ലാസ് എങ്ങനെ എല്ലാ ദിവസവും ഉണ്ടോ അതോ? ക്ലാസ് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ ലൈക്ക് ജർമ്മനിയിൽ നമ്മൾ കാണപ്പെടാത്ത ഒരു ക്ലാസ് ഷെഡ്യൂളാണ് എനിക്ക്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇവിടെ മൺഡേ ടു ഫ്രൈഡേ വരെ ആണ് ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ നോർമലി എല്ലാ സ്കൂളെയും എല്ലാ സ്ഥലത്തും ഒക്കെ. ബട്ട് ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആൻഡ് മൺഡേ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എടുക്കുന്ന പ്രൊഫസേഴ്സ് ദേ ആർ നോട്ട് ഇവിടെ തന്നെയുള്ള പ്രൊഫസേഴ്സ് അല്ല. ബിക്കോസ് ഓരോ വീക്കും എനിക്ക് എടുക്കുന്ന പ്രൊഫസേഴ്സ് ദേ ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. മേ ബി ഒരു പ്രൊഫസർ ആണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും, ഒരാൾ ഫ്രം സ്വീഡൻ ആയിരിക്കും, ചില ആൾക്കാർ UK ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് ഒരു വീക്കെൻഡ് കൈൻഡ് ഓഫ് ക്ലാസ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അല്ല, ഓൺലൈൻ ക്ലാസ് ആണോ അതോ? അല്ല, നമുക്ക് എല്ലാ വീക്കും കോളേജിൽ പോകണം. ബിക്കോസ് ഞങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ഒരു എക്സാം എന്നുള്ള രീതിയിലില്ല, ഫൈനൽ എക്സാം എഴുതി പാസ്സാവും എന്നുള്ള രീതിയിലില്ല. എവറി വീക്ക് യു ഹാവ് ടു ഷോ ദ പ്രോഗ്രസ്. ഇപ്പം നമ്മൾ ഒരു ഡേ മിസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ്സ് ദ ലോസ് ഫോർ യു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കെഡ്യൂളാണ് എൻ്റെ ക്ലാസ് സ്കെഡ്യൂൾ. ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സ് ശരിക്കും 2 വർഷമാണല്ലേ? ടു ബി ഓണസ്റ്റ് ഒരു 3 സെമസ്റ്ററിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ബട്ട് യു ക്യാൻ ടേക്ക് 2 semester അപ് ടു 2 semester പുഷ് ചെയ്ത് നമുക്കൊരു 5 semester ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിനിടയിൽ പാർട്ട് ടൈം ഉണ്ട്. ഇതിനിടയിൽ പാർട്ട് ടൈം അപ്പോൾ എത്ര ദിവസം ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ? വീക്ക്ലി നോർമലി നമ്മുടെ ജർമ്മൻ റൂൾ അനുസരിച്ച് 20 hours per week നമുക്ക് ചെയ്യാം. ടോട്ടലി ഓഫ് 80 hours. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് തരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് 20 hours ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ ലൈക്ക് എംപ്ലോയറിനോട് നമുക്ക് പറയാം ഇന്ന ദിവസമാണ്. ഇപ്പോൾ എനിക്ക് വീക്കെൻഡ്സ് ക്ലാസ് ഉണ്ടപ്പോൾ ഡെഫിനറ്റ്ലി ഐ കാൺ വർക്ക് ഓൺ ദ വീക്കെൻഡ്സ്. അപ്പോൾ വീക്ക് ഡേയ്സിൽ അതിനനുസരിച്ച് നമുക്ക് ഷിഫ്റ്റ് അവർ റെഡി ആയി തരും. എനിക്ക് തോന്നുന്നു ലിജോ കൂടുതൽ നൈറ്റ് ഡ്യൂട്ടി ആണ് എടുക്കുന്നത് അല്ലേ? മോസ്റ്റ്ലി ബിക്കോസ് പൊതുവേ ആർക്കിടെക്ചർ പഠിക്കാൻ തുടങ്ങിയ തൊട്ടേ കൈൻഡ് ഓഫ് നൈറ്റ് ഔളാണ് ഞാൻ. നൈറ്റാണ് ഇരുന്ന് ഡിസൈനിങ് പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ഇസ് നോട്ട് എ പ്രോബ്ലം. അല്ല, ഞാൻ ഈ ഒരു സമയത്തിൽ ഇതിപ്പോൾ എവിടെ സമയം കിട്ടണ ജോലി ജിമ്മിൽ പോകാനായിട്ട്? നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉറക്കക്ഷീണം ഉണ്ടാവില്ലേ, പിന്നെ പഠിക്കാനുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ക്ലാസ് ഉണ്ടാവും, ഇതെല്ലാം കൂടി അപ്പോൾ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ? ഡെഫിനറ്റ്ലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഒരു ആർക്കിടെക്ചറൽ ലൈഫിൽ സമയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ പാടാണ്. ബിക്കോസ് ഈ ഫീൽഡിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ബിക്കോസ് ഇഫ് സംബഡി ഈസ് ഫ്രം എ കൺസ്ട്രക്ഷൻ ബാക്ക്ഗ്രൗണ്ട് ഓർ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, വി നെവർ സ്ലീപ്പ്. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഞാൻ എവിടെ പോയാലും എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഇന്നും ഇവിടെ ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് ഇഫ് സംതിങ് ഹാപ്പൻസ് ഓർ സംബഡി ഈസ് ആസ്കിങ് ഫോർ എ ക്വസ്റ്റ്യൻ ഓർ സംബഡി ഈസ് ആസ്കിങ് ഫോർ എ ഡൗട്ട്സ്, അത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കണം. ആ സ്കെഡ്യൂളിൽ ഈ ഉറക്കം ആസ് വെൽ ആസ് എവറിത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാടാണ്.
അതുകൊണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ ജർമ്മനി വന്നിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. നാട്ടിലാവുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ് അതർ ദാൻ നമ്മളുടെ പഠിത്തം, അതർ ദാൻ നമ്മുടെ ജോലി, അങ്ങനെ മാത്രം വറി ചെയ്താൽ മതി. ബട്ട് ഹിയർ വി ഹാവ് ടു ലുക്ക് ആഫ്റ്റർ എവറിത്തിങ് ഫ്രം സ്റ്റഡിയിങ്, സ്കൂളിൽ പോകുന്നതാണെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും ജിമ്മാണെങ്കിലും ഫുഡ് കാര്യങ്ങളാണെങ്കിലും ഗ്രോസറീസ് പർച്ചേസിനാണെങ്കിലും ഇവിടെ എല്ലാം വി ആർ ഡൂയിങ് ഇറ്റ് ഓൺ അവർ ഓൺ. സോ ഡിപ്പെൻസ് ആണ് നമ്മൾ എപ്പോഴാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, അത് നമ്മൾ തീരുമാനിക്കണം, ഓരോ ദിവസം സ്കെഡ്യൂൾ ചെയ്യണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ബോഡി ബിൽഡിങ് ചെയ്ത് പോകുമ്പോൾ ഡയറ്റ് ഒക്കെ എന്തെങ്കിലും നമ്മൾ നോക്കണ്ടാവില്ലേ? ഡയറ്റ് നോക്കണ്ടാവില്ലേ? അപ്പോൾ ഉറക്കമൊക്കെ അതിലൊരു ഫാക്ടർ അല്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഐ എം നോട്ട് എ ബിഗ് ലൈക്ക് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ എനിക്ക് പറയാൻ അറിയത്തില്ല. ബട്ട് ഐ വിൽ ടെൽ വാട്ട് ഐ എം ഫോളോയിങ്. ഇപ്പോൾ ഡയറ്റാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ഇഫ് ആരാണെങ്കിലും ശരി തന്നെ, ഇപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇഫ് വിത്ത് ഹെൽപ്പ് ഓഫ് സംബഡി ഓർ കുറച്ചു കാലം കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് സ്വന്തമായിട്ടും ഇത് ചെയ്യാൻ പറ്റും. ബട്ട് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഫോർ മീ നാട്ടിലായിരുന്നപ്പോൾ ഇതൊക്കെ വലിയൊരു ഫാക്ടറായിട്ട് തോന്നിയിട്ടില്ല, ബിക്കോസ് എവറിത്തിങ് വാസ് ഡൺ ബൈ സം അതർ പീപ്പിൾ. ബട്ട് ഇവിടെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഡയറ്റ് ആസ് വെൽ ആസ് വർക്ക്ഔട്ട് ആസ് വെൽ ആസ് മെയിൻലി സ്ലീപ്പ്. ലിജു, അപ്പം നാട്ടിലെ ഫുഡാണോ അതോ ഇവിടെ ജർമ്മനിയിലെ ഫുഡാണോ, രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏതാ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിട്ട് തോന്നുന്നത്? അത് ഡിപ്പെൻസ് ആണ്, ഓരോ ആൾക്കാർ എടുക്കുന്ന പോലെ ഉണ്ടാവും. ഏതാണെങ്കിലും നമ്മളെ ഇൻടേക്ക് പോലെ ആയിരിക്കും. ബട്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമ്മുടെ അവൈലബിലിറ്റി ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇവിടത്തെ ആൾക്കാരാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന പോലെ തോന്നിയിട്ടില്ല. ബിക്കോസ് നാട്ടിൽ ഡെഫിനറ്റ്ലി നമ്മൾ കുറെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് റെസിപ്പീസ് അത് ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഫിറ്റ്നസ്സിലുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്ന അതേ കൈൻഡ് ഓഫ് ഫുഡ് ഇവിടുത്തെ നോർമൽ കൈൻഡ് ഓഫ് ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ അത് എടുക്കുന്ന ആൾക്കാരുടെ ഒരു രീതി അനുസരിച്ചായിരിക്കും. ലിജു ഇപ്പൊ കഴിക്കുന്നത് കൂടുതൽ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ഫുഡാണോ അതോ ഇവിടുത്തെ ജർമ്മൻ ഫുഡ്? ഞാൻ നാട്ടില് കഴിച്ചതിനേക്കാളും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ. ഇവിടെയാണെങ്കിൽ നാട്ടിലാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് വേറൊരാൾ കുക്ക് ചെയ്യേണ്ട ഒരു രീതിയിലാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ അന്ന് എന്ത് കഴിക്കണം എന്ന് ഞാനായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ ആണെങ്കിലും ആഫ്റ്റർനൂൺ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും എന്താ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ഡയറ്റ് ഫുഡ് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് ഫുഡ് ഹാബിറ്റ്സ് നോക്കാൻ പറ്റുന്നുണ്ട്. ഹെൽത്തി ഫുഡിന്റെ ചെലവൊക്കെ വരും എങ്ങനെ? നാട്ടിലായിരിക്കും അത് ഇവിടെ കൂടുതലായിരിക്കുമോ അല്ലേ? ഡെഫിനറ്റ്ലി അത് എന്തായാലും ഇവിടെ എക്സ്പെൻസ് കൂടുതലാണ്. ബട്ട് നമുക്കത് ഫീൽ ചെയ്യാറില്ല. ആസ് എ സ്റ്റുഡന്റ് ലൈക് സ്റ്റുഡന്റ് ലൈഫിൽ നമുക്ക് ഒരു പാർട്ട് ടൈം ചെയ്യുമ്പോൾ അധികം എമൗണ്ട് നമുക്ക് കിട്ടില്ല, ഏൺ ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു ഇത് ചെയ്യുമ്പോൾ നല്ലൊരു ചെലവുണ്ടോ ഇതിന്? അതോ ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നല്ലൊരു പൈസ ചെലവാറുണ്ടോ? ബാക്കി സേവിങ്സ് എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ടോ? ബോഡി ബിൽഡിംഗ് ആയിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ബാക്കി ഒന്നും കിട്ടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ബട്ട് ഞാനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബോഡി ബിൽഡർ ആയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഞാൻ കൈൻഡ് ഓഫ് ഫിറ്റ്നസ് ഒരു എന്തൂസിയാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്കത് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എക്സ്ട്രാ ആയിട്ടുള്ള വേറെ ബോഡി ബിൽഡേഴ്സ് അവരുടെ ഹെൽത്തിന് എക്സ്ട്രാ ആയിട്ട് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. അപ്പോ എനിക്കത് ഇതൊരു കൈൻഡ് ഓഫ് ഡെയിലി ഒരു റൊട്ടീൻ പോലെയാണ് തോന്നുന്നത്. അല്ലാണ്ട് എക്സ്ട്രാ ഒരു ചെലവ് അങ്ങനെയായിട്ട് തോന്നിയിട്ടില്ല. നാട്ടിൽ ഏതെങ്കിലും കോമ്പറ്റീഷൻ ഇല്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയത് തന്നെ കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ വർക്കൗട്ട് തുടങ്ങിയത് തന്നെ. അങ്ങനെയാണ് ഇതിലൊരു പാഷനായിട്ട് വന്നത്. പിന്നെ അത് എന്റെ ഒരു ലൈഫിലെ ഹാബിറ്റ്സ് ആയിട്ട് മാറിയതും അങ്ങനെ തന്നെയാണ്. സോ കോമ്പറ്റീഷന് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ബട്ട് ഐ ഹാവ് വർക്ക്ഡ് ഔട്ട്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഒക്കെ കോമ്പറ്റീഷന് സ്ഥിരമായിട്ട് ഇറങ്ങുന്നവരായിരുന്നു. അപ്പൊ അതെനിക്ക് അറിയാം അവരുടെ കൈൻഡ് ഓഫ് റൊട്ടീൻ എങ്ങനെയാണ്, അവരുടെ ഡെഡിക്കേഷൻ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണെന്നുള്ള കാര്യം. ഏകദേശം ഒരു 6 വർഷത്തോളായിട്ട് ഇപ്പൊ ഫിറ്റ്നസ് മേഖലയിലുണ്ട്. അപ്പൊ ഞാൻ ജർമ്മനിൽ വന്ന അപ്പൊ തന്നെ ഒരു ജിമ്മിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ജിം ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തു ട്രെയിനിങ് ഒക്കെ? അതോ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആ ഒരു നമ്മുടെ ഒരു പൈസയുടെ ഒരു ക്യാഷിന്റെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ആദ്യം എവിടെ പോയാലും, ഇപ്പൊ നാട്ടിലായിരുന്നെങ്കിലും ശരിയാണ്, എവിടെ പോയാലും ഫസ്റ്റ് നോക്കുന്നത് വെർ ഈസ് ദ നിയറസ്റ്റ് ജിം. ഇവിടെ വന്നപ്പോഴും ഞാനിപ്പോ സ്റ്റുട്ട്ഗാർട്ടിൽ പഠിക്കുന്നുണ്ട്. സ്റ്റുട്ട്ഗാർട്ടിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം നോക്കിയത് ഏതാണ് നിയറസ്റ്റ് ജിം. ആൻഡ് ഇവിടെ സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ഓഫേഴ്സ് ഉണ്ടോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ജിമ്മ് തന്നെയാണ് ഫസ്റ്റ്, അലോങ് വിത്ത് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴായിരുന്നാലും ജിമ്മ് തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് ഞാനിവിടെ നോക്കിയത്.
സ്റ്റുഡന്റ് ആയതുകൊണ്ട് വല്ല ഓഫേഴ്സ് കിട്ടാറുണ്ടോ? സ്റ്റുഡൻസ് ആയിട്ട് ഓഫേഴ്സ് ദർ മേ ബി, ബട്ട് എപ്പോഴും ഓഫർ ഉണ്ടാവണമെന്നില്ല. ഇപ്പോ എല്ലാവർക്കും കിട്ടുന്ന പോലെ ന്യൂ ഇയറിന് ഓഫർ ഉണ്ടാവും, ഇവിടെ ഡെഫിനറ്റ്ലി ന്യൂ ഇയേഴ്സിന് ഓഫർ ഉണ്ടാവും. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫേഴ്സ് വരും. അല്ലാണ്ട് ഇങ്ങനെ പിന്നെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഫോക്കസ് ആയിട്ട് ഞാൻ ഇതുവരെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല.